നാട്ടിൽ മടങ്ങിയെത്തിയതിലെ സന്തോഷം പങ്കുവച്ച് റഷ്യയിലെ യുദ്ധഭൂമിയിൽ കുടുങ്ങിയ തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശി പ്രിൻസ് സെബാസ്റ്റ്യൻ യുദ്ധഭൂമിയിലെ ദുരനുഭവങ്ങൾ പ്രിൻസ് മീഡിയ വണ്ണോട് പറഞ്ഞു. 3 മാസത്തിലധികം നീണ്ട ദുരിത ജീവിതത്തിന് ശേഷം ഇന്നലെ അർദ്ധരാത്രിയിൽ പ്രിൻസ് ജന്മനാട്ടിൽ മടങ്ങിയെത്തി. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തത്രയും ഭീകരതയാണ് പ്രിൻസ് സെബാസ്റ്റ്യൻ എന്ന ചെറുപ്പക്കാരൻ യുദ്ധഭൂമിയിൽ നേരിട്ടത്. സെക്യൂരിറ്റി ജോലിക്ക് വേണ്ടി പോയ പ്രിൻസും ടിനുവും വിനീതും എത്തിയതാകട്ടെ സൈനിക ക്യാമ്പിൽ. പിന്നീടുള്ള 23 ദിവസം തോക്കും ഗ്രനേഡും അടക്കമുള്ള ആയുധങ്ങൾ കൊണ്ടുള്ള പരിശീലനം. ഒടുവിൽ ടാങ്കിൽ കയറ്റി യുദ്ധഭൂമിയിലേക്ക്. ഗൺഷൂട്ട്, മിസൈലുകളൊക്കെ, പിന്നെ ഗ്രനേഡ്, പിന്നെ RPG, അങ്ങനത്തെ. മുഖത്ത് വെടിയേറ്റതും ഡ്രോൺ ആക്രമണത്തിൽ കാല് തകർന്നതും നടുക്കത്തോടെ പ്രിൻസ് ഓർക്കുന്നു. എണ്ണിയാൽ തീരാത്തത്ര മൃതദേഹങ്ങളാണ് യുദ്ധഭൂമിയിൽ കണ്ടത്. എത്രയും വേഗം ടിനുവിനെയും വിനീതിനെയും മടക്കിക്കൊണ്ടുവരണമെന്ന ആവശ്യം കൂടി ഈ ചെറുപ്പക്കാരനുണ്ട്. അവിടെ ഇങ്ങനെ ബോഡി കിടപ്പുണ്ട്, മരിച്ചു കിടപ്പുണ്ട്. നമ്മൾ മണ്ണിൻ്റെ അടിയിൽ കൂടി ഒരു ഇതുണ്ട്, വഴിയുണ്ട്. അതിലെ കൂടിയാണ് നമ്മൾ ഇഴഞ്ഞിഴഞ്ഞ് 3 കിലോമീറ്റർ ഇഴഞ്ഞ്. ഫസ്റ്റ് എനിക്ക് വെടിയേറ്റ്, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് ഡ്രോൺ അറ്റാക്ക്, കാൽ ബോംബ്. അവരങ്ങനെ ഇത്രയും പെട്ടെന്ന് കൊണ്ടുവരണം. പ്രിൻസിന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള കൂരയിൽ തന്റെ മകനെയും കാത്തിരിക്കുകയാണ് ടിനുവിന്റെ അമ്മ. ഒരാഴ്ചക്കാലമായി യുദ്ധഭൂമിയിൽ കുടുങ്ങിയ ടിനുവിന്റെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്ന് കുടുംബം പറയുന്നു. പ്രിൻസിനെ കണ്ടിരുന്നോ? പോയി ഇല്ല മോനെ, കണ്ടില്ല, കാണാൻ പറ്റിയില്ല. എനിക്ക് ഞാൻ പോയി കാണില്ല. കഴിഞ്ഞ ബുധനാഴ്ച വിളിച്ചതാണ്. അതിനുശേഷം പിന്നെ ഇതുവരെയൊക്കെ വിളിച്ചിട്ട്, അത് ടെലിഗ്രാം വഴിയാണ് വിളിച്ചത്. അപ്പോൾ വിളിച്ചിട്ട് ഈ ഒരു വാക്കാണ് പറഞ്ഞത്. അവൻ നിൽക്കുന്ന സ്ഥലം എവിടെയെന്ന് അറിയത്തില്ല. അപ്പം ലീവിൻ്റെ കാര്യം എന്തോ സംസാരിച്ചതായിട്ട് അറിയാമെന്ന് പറഞ്ഞു. റഷ്യയിൽ കുടുങ്ങിയ മറ്റൊരു മലയാളി ഡേവിഡ് മുത്തപ്പനും ഇന്ന് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും. സജാദ് പാലോടിനൊപ്പം ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.